താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോനെതിരെ പടയൊരുക്കം. തിരഞ്ഞെടുപ്പ് വേണമോ ശ്വേത തുടരണമോ എന്നതിൽ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അഭിപ്രായ രൂപീകരണത്തിന് ശ്രമം തുടങ്ങിയത്. താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോനെതിരെ പടയൊരുക്കം തുടങ്ങി. തിരഞ്ഞെടുപ്പ് വേണോ ശ്വേത തുടരണമോ എന്നതിൽ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായ രൂപീകരണത്തിന് ശ്രമം തുടങ്ങി. വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ശ്വേതയെ നേരത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരുന്നു. സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങളും വിരുദ്ധ നിലപാടുകളും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഭരണസമിതിയുടെ നിലനിൽപ്പും അഡോക് സമിതിയുടെ നിയമസാധുതയും സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാക്കിയും അമ്മയിലെ പവർ ഗ്രൂപ്പിനെ കടന്നാക്രമിച്ചും ശ്വേതാ മേനോൻ സമൂഹ മാധ്യമ പോസ്റ്റ് പങ്കുവച്ചതോടെ താരസംഘടനയിലെ പോര് വീണ്ടും ചൂടുപിടിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതരാണ് സംഘടനയിലെ ചിലരെ മുൻനിർത്തി തന്നെ അധിക്ഷേപിക്കുന്നതെന്നും താൻ എക്സിക്യൂട്ടീവിൽ ഉള്ളിടത്തോളം കാലം ആരോപണ വിധേയരായ ആരെയും സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ അനുവദിക്കില്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടതും സംഘടനയുടെ നേതൃത്വത്തിൽ വരാൻ ശ്രമിക്കുന്നതുമായ കുറ്റാരോപിതരുടെ പേരുകൾ ശ്വേത വ്യക്തമാക്കണമെന്ന് മാലാപാർവതി സമൂഹ മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനു താഴെ പരിഹാസ കമന്റുമായി ശ്വേത എത്തിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ വീണ്ടും സജീവമായി. കുറ്റാരോപിതർ ആരൊക്കെയാണെന്നും ആരെ സംരക്ഷിക്കാനാണ് ചേച്ചി സുപ്രീം കോടതി വരെ പോയതെന്നും ചേച്ചിക്കല്ലേ നന്നായി അറിയൂ എന്നായിരുന്നു മാലാപാർവതിയുടെ പോസ്റ്റിന് താഴെ ശ്വേതയുടെ മറുപടി. മാറൂല. നമ്മൾ ഒരു വ്യക്തിയെ പിന്നെ ഞാൻ അന്നൊക്കെ ആണെങ്കിൽ ഇയാളാണ് പ്രശ്നം, അയാളാണ് പ്രശ്നം. പിന്നെ ഞാൻ ജീവിതത്തിൽ പഠിച്ചു, അങ്ങനെ ഒരു വ്യക്തിയും അല്ല പ്രശ്നം, സിസ്റ്റമാണ് പ്രശ്നം. നമുക്ക് എത്ര പേരെ തിരുത്താൻ പറ്റും? സിസ്റ്റം അങ്ങ് മാറ്റിയാൽ എല്ലാം അങ്ങ് മാറും. ഇപ്പോൾ ആൾക്കാർ പറയില്ലല്ലോ. എന്തുകൊണ്ടാണ്? നിയമം വന്നതുകൊണ്ടാണ്. പണ്ട് ബസ്സിൽ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവത്തെ പറ്റി പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി എന്നുള്ള ഏതൊരു വ്യക്തിക്ക് ഉണ്ടാകാൻ പറ്റാവുന്ന അതിൽ ഏറ്റവും ഹേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് ഒരു എനിക്കറിയില്ല പ്രേക്ഷേച്ചിയുടെ അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്? ഞാൻ അനന്തപത്മനാഭൻ്റെ കല്യാണത്തിന് പോയിട്ട് പിറ്റേ ദിവസം എനിക്ക് കൈരളി ഷൂട്ടുണ്ട്. പപ്പൻ്റെ കല്യാണത്തിന് പോയിട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് പാലക്കാട് നിന്ന് ബസ്സിൽ കയറിയതാണ്. അപ്പോൾ ഒരു അങ്കമാലി അടുപ്പിച്ച് ഒരു ബസ് എന്തോ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ ബസ്സിലെ ആൾക്കാരും കൂടെ ഇതിനകത്ത് കയറി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കുകയായിരുന്നു അത്രയും നേരം. അപ്പോൾ ഇവരെല്ലാം കൂടെ കയറിയപ്പോഴത്തേക്ക് 2 സ്ത്രീകൾ ഇരുന്നെടുത്തു നിന്ന് എന്നെ ഇങ്ങനെ ശകല സ്ഥലം തന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ബസ് കയറിയ ആൾക്കാർ ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുവായിരുന്നു, ബാഗും കൈ വെച്ചിട്ട്. പിച്ചോ നുള്ളോ എന്തൊക്കെയോ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ നോക്കി ആരെയും കാണൂല. എവിടുന്നോ കൈകൾ വരുന്നു. എവിടുന്നാ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, തല പൊക്കാൻ പറ്റുന്നില്ല. ഇവിടെ പിച്ചോ നുള്ളോ ഒക്കെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കൊല്ലമൊക്കെ എത്തി പിന്നെ ഫോണും ഓഫായിപ്പോയി. എനിക്കാണെങ്കിൽ ആരെയും വിളിക്കാനും പറ്റില്ല, ശീലവും ഇല്ല. ബസ്സിൽ കയറി ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. തിരക്കാണ്, ആരോട് പറയാനേ, ഒന്നുമില്ല. അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ കാണുന്നുണ്ട്. അവസാനം പോകാൻ നേരത്തെ ആ ഒരു സ്ത്രീ പറഞ്ഞു ഫ്രണ്ടിൽ വന്നിരിക്കും, ഞങ്ങളും കൂടെ ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു മുമ്പിൽ കൊണ്ടിരുത്തി. മുമ്പിൽ ആ സമയത്താണ് കുറച്ച് ഇടം കുറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ആറ്റിങ്ങിൽ ആ സ്ത്രീ ഇറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ഇറങ്ങിക്കോ. എന്നിട്ട് അവരുടെ ഫോൺ തന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ആറ്റിങ്ങിൽ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം നോക്കുമ്പോൾ എൻ്റെ ഷോളൊക്കെ ഫുൾ നനഞ്ഞ് എന്തൊക്കെയോ ഭയങ്കര വൃത്തിയായിട്ട ഒരു അനുഭവമായിരുന്നു. ഞാൻ ഓരോ പിന്നെ എനിക്ക് ഭയങ്കര ഷോക്കും വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം ഞാൻ ചെന്ന് ആ കണ്ടക്ടറോട് പറഞ്ഞിങ്ങനെ ആൾക്കാരിങ്ങനെ ഭയങ്കര മോശമായിട്ട് പെരുമാറി. നിങ്ങൾ ഈ ടെലിവിഷനിലൊക്കെ ടി വിയിലൊക്കെ വരുന്നവരൊക്കെ കൂടെ ഇതിനകത്ത് ചാടി വലിഞ്ഞ് കയറണം എന്തിന് ചോദിച്ചു. ആറ്റിങ്ങിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഉടുപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരിദാറായിട്ട് കത്തിച്ചോളാം ഞാൻ. ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ചേച്ചി ഇപ്പൊ വളരെ ഇതായിട്ട് പറഞ്ഞുവെങ്കിലും ഇന്നത്തെ പറയും കുഞ്ഞെ, ഇപ്പൊ പറയും. ഇപ്പൊ എനിക്ക് ഇതൊക്കെ ഞാൻ അന്നും ഇങ്ങനെ ഇത്ര മനുഷ്യരൊക്കെ ഭയങ്കര നല്ലതാണ്, എല്ലാം ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഷോക്കൊക്കെ. ഇപ്പൊ നമ്മൾ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ കണ്ടും കേട്ടും അങ്ങനെ ഷോക്കില്ല ഇപ്പൊ ലൈഫിൽ. എനിക്ക് 53 വയസ്സായി. ഞാനിത് സംഭവിക്കുന്ന 30 വയസ്സിലാണ്.
ഇപ്പം നമുക്ക് ജീവിതത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഒക്കെ കുറേ കൂടെ വേറൊരു ധാരണയല്ലേ. എനിക്കിപ്പോൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തണം എന്നോ ചൂണ്ടി അയ്യേന്ന് ഷെയിം ചെയ്യണം എന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം മനുഷ്യരൊരു സാഹചര്യത്തിൻ്റെ വിക്റ്റിമാണ്. എല്ലാവരും ചെയ്യുന്നത് കൊണ്ടാണ് അവരും ചെയ്യുന്നത്. അത് കുറേ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമില്ല, അത് മാറിക്കോളും. ഇപ്പോൾ ഒന്നും ബസ്സിൽ സ്ത്രീകൾ കയറാലോ ധൈര്യമായിട്ട്. ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. കുറേ മാറിയേ എന്നേ പറയാൻ പറ്റുള്ളൂ. ഫുള്ളായിട്ട് കുറേ മാറിയില്ലേ? അറ്റ്ലീസ്റ്റ് ഇതൊരു വാർത്തയാവൂലേ ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ? തീർച്ചയായിട്ടും പുറത്തെത്തും. പത്രക്കാർ പിറ്റേ ദിവസം ചോദിക്കില്ലേ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്താൽ വിശ്വസിക്കുന്ന കാലമല്ല. 2005 ഞാൻ ആദ്യമായിട്ട് മനോരമ പത്രവുമായിട്ട് ചേർന്നിട്ട് സ്ത്രീകൾക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടൊരു രാത്രി യാത്ര നടത്തി. തമ്പാനൂരിൽ നിന്നല്ല, അതൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ, ഞാൻ സ്പെൻസർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഗാന്ധി പാർക്ക് വരെയും അവിടെ നിന്ന് തമ്പാനൂർ വരെയാണ് നടന്നത്. എന്ത് മോശം അനുഭവമായിരുന്നു. എന്നോട് ജോൺ സാർ എവിടേക്കോ ഇരുന്ന് മനോരമയുടെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. ജോൺ സാർ എന്നെ വിളിച്ച് ചോദിച്ചു, പാർവതി മാല വല്ലതും ഇട്ടിട്ടുണ്ടോ, സ്വർണ്ണം വല്ലതും ഇട്ടിട്ടുണ്ടോ, പൊട്ടിക്കോ എന്നൊക്കെ. ഞാൻ സ്വർണ്ണമില്ല. ആൾക്കാരിങ്ങനെ സത്യം പറഞ്ഞാൽ ഗാന്ധി പാർക്കിൽ വെച്ച് എന്തോ ഒന്ന് സംഭവിക്കുക, അത്രയ്ക്ക് ഞാൻ ഭയന്ന് നിന്നപ്പോൾ പിന്നെ ന്യൂസ് ഇപ്പോഴത്തെ ജനറേഷനിൽ പല ആൾക്കാർക്കും അറിയണ്ടാവില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ഒരാളായിരുന്നു. ആ സമയത്ത് ചേച്ചിനെ പറ്റി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് വായിച്ച ഓർമ്മയുണ്ട്, ഈ ന്യൂസിനെ പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷെ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് റോഡിൽ ഇറങ്ങി നടന്നപ്പോൾ? അല്ല, ആക്ച്വലി ഇങ്ങനെ റോഡിൽ നടക്കാനുള്ളൊരു സാഹചര്യം പറയാം. ഞാനന്ന് ഈ PR ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാനിത് വാർത്തയുമായിട്ട് മനോരമയിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ജോൺ സാർ ഉണ്ടായിരുന്നു, P. കിഷോർ ഉണ്ടായിരുന്നു, അന്ന് ബിസിനസ് കൺസൾട്ടൻറ്റ്. ഇവർ രണ്ടൊരു മീറ്റിംഗിലായിരുന്നു. അപ്പോൾ ഇത് വാർത്തയൊന്നും അവിടെ ഞാൻ പറഞ്ഞു ഞാനിവിടെ വെച്ചിട്ട് ഞാൻ പോവാന്ന്, കമ്പനിയിൽ നിന്നുള്ള ന്യൂസ് അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാ, എനിക്ക് ഓട്ടോ വെയിറ്റ് ചെയ്ത്. 2 മിനിറ്റ് നിൽക്കേ. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോകണം, ഓട്ടോ വെയിറ്റ് ചെയ്യും. ഓട്ടോ പോയാൽ എന്താ? ഞാൻ പറഞ്ഞു അയ്യോ രാത്രി തമ്പാനൂർ. സാധാരണക്കാർക്ക് പോലും മര്യാദയ്ക്ക് ബസ്സിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയായിരിക്കും ബസ്സിൽ പോകുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത്, ഇന്നാണെങ്കിൽ ലുലു മോളിലും അങ്ങനെയുള്ള മോളുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം തന്നെ ആർട്ടിസ്റ്റുകൾ സജീവമായി ഇറങ്ങി നടക്കാറുണ്ട്. അവരോട് ചിലപ്പോൾ ഒന്നൊരു സെൽഫി ചോദിക്കും, അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇതിനു മുൻപ്, വർഷങ്ങൾക്ക് മുൻപ്, ഒരു ആർട്ടിസ്റ്റ് ഒരു പൊതുജന തിരക്കിലോ അല്ലെങ്കിൽ നടു റോഡിലോ നഗരമധ്യത്തിലോ ഒക്കെ വന്നാൽ അവർക്ക് ചുറ്റും ആള് കൂടും. അവരോട് ചിലപ്പോൾ മോശമായി പെരുമാറും, അവരെ അനുവാദമില്ലാതെ തൊടാനൊക്കെ ശ്രമിക്കും. അങ്ങനെയുള്ള പല നടന്മാരുൾപ്പെടെയുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മോളുകളിലും അല്ലെങ്കിൽ തിയേറ്ററുകളിലും ഒക്കെ പോകുമ്പോൾ തങ്ങളുടെ അനുവാദമില്ലാതെ തങ്ങളുടെ ശരീരത്തിൽ തൊടുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ജനങ്ങളെ പറ്റി അല്ലെങ്കിൽ ചില ആളുകളെ പറ്റി പലരും തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണ ഒരുവിധം എല്ലാ പെൺകുട്ടികൾക്കും ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് മോശം അനുഭവങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഒരു ട്രോമയായിട്ട് ചിലപ്പോഴേക്ക് മാറാറുമുണ്ട്. തനിക്കുണ്ടായ അത്തരത്തിലെ ഒരു വലിയ ട്രോമ, ഒരു അനുഭവത്തെ പറ്റി മാലാപാർവതി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ സിസ്റ്റമാണ് മാറേണ്ടത് എന്നാണ് മാലാപാർവതി പറയുന്നത്. കാരണം ഇന്നാണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് തുറന്ന് പറയാൻ കൂടി പറ്റുന്നത്. നമുക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇയാൾ ഇങ്ങനെ തൊടാൻ ശ്രമിച്ചു, നമുക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പൊതുജനത്തിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാലം അത്രയും മാറിയത് കൊണ്ടാണ്. ഇങ്ങനെ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ജീവിച്ച ആളുകളുണ്ട്. അത്തരത്തിൽ താൻ ഒരു ബസ്സിൽ കയറിയപ്പോൾ തനിക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമവും, എന്നാൽ ആ കണ്ടക്ടറോട് പരാതി പറഞ്ഞപ്പോൾ ഈ സിനിമാ താരങ്ങളെല്ലാം എന്തിനാണ് ഈ ബസ്സിലോട്ട് തള്ളിക്കയറി വരുന്നത് എന്ന രീതിയിൽ റിയാക്ട് ചെയ്തതിനെ കുറിച്ചുമെല്ലാം മാലാപാർവതി ഇപ്പോൾ പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ മാലാപാർവതിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ച, അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയും അവരനുഭവിച്ച ഒരു അനുഭവം, അല്ലെങ്കിൽ അവർക്കുണ്ടായൊരു മോശം കാര്യത്തെ പറ്റി ഓർക്കാതിരിക്കാൻ തരമില്ല.